ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്നറിയോ? ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നായിട്ട് കുറച്ച് ചെറിയൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു ബുക്ക് കാണിച്ചില്ലേ, ഞാനത് സ്ക്രാപ്പ് ബുക്ക് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 2023 റിവൈൻഡ് പോലെ ഫസ്റ്റ് പേജ് ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഇവിടെ തൊട്ടടുത്ത പേജിൽ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. തൊട്ടപ്പുറത്ത് ഒരു മരം കണ്ടില്ല, അതിൽ ഞാൻ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതി വെച്ചു, ഈ വർഷത്തെ കുറച്ച് ഗോൾസ് കാര്യങ്ങളൊക്കെ. അങ്ങനെ 2024 എന്നൊക്കെ എഴുതി സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് ചെയ്ത് തന്നപ്പോൾ. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിരുന്നു, അതാണ് കേട്ടോ ഞാൻ ബ്ലർ ചെയ്തത്. ഇനി നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. ഫിസോനെ പറഞ്ഞേക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ചധികം സമയം കിട്ടി കേട്ടോ. ഞാനിപ്പോൾ ദോശയും ചട്നിയുമാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ കഴിക്കുന്നുണ്ട്. കിച്ചണിലാകെ ഒരു ഉച്ചയ്ക്ക് പുക, ആ ഒരു മോർണിംഗ് ഹറിബറിയൊക്കെ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ദോശ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയില്ലേ. അല്ലെങ്കിൽ ഇപ്പം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ച് 10 മിനിറ്റ് അവിടെ നിൽക്കും. പിന്നെ പത്തിരിയോ ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ആലോചിക്കും. അങ്ങനെ കുറേ സമയമൊക്കെ പോവുമായിരുന്നു. അപ്പോൾ നമ്മൾ തലേന്നേ ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് അത് തന്നെയാണ്. ഇപ്പോൾ ദോശക്ക് മാവ് അരച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ദോശമാവ് വാങ്ങി വെക്കാം, അല്ലെങ്കിൽ പുട്ടുപൊടി നനച്ച് റെഡിയാക്കി വെക്കാം, പത്തിരി വെക്കുകയാണെങ്കിൽ പരത്തി വെക്കാം. ഓരോ നാട്ടിലെ അല്ലെങ്കിൽ ഓരോ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള പ്രെപ്പ് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മോർണിംഗിൽ ആ ഒരു ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയം നമുക്ക് ലാഭിക്കാം. പിന്നെ സ്നാക്കിന് ഞാൻ പൈനാപ്പിളാണ് കൊടുത്തയക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഈ ബ്രെഡ് ഐറ്റംസ്, സാൻഡ്വിച്ച് അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ക്രീം ബൺ അങ്ങനെ എന്തെങ്കിലും, മെയിനായിട്ട് ബ്രെഡ് ഐറ്റംസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് കുറച്ച് ബനാനയും അങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങി, ഏക്കും ബനാനയൊക്കെ. പിന്നെ അത് ഒരു പെട്ടെന്ന് മടുപ്പായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രൂട്ട്സാണ് കൊടുത്തയക്കുന്നത്. ഡെയിലി സെയിം കൊടുത്തയച്ചാൽ അവൾക്കും മടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ഓരോ ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങും. അങ്ങനെ ആകുമ്പോൾ മടുപ്പുമില്ല, ഓരോ ദിവസവും വേറെ ആയിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ച ഒരു ഗുണങ്ങൾ കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ സ്നാക്കിന് വേണ്ടിയിട്ട് ഡെയിലി ഫ്രൂട്ട്സ് മാറ്റി മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബനാനയൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും സമയത്ത് കൊടുക്കും. ഡെയിലി കുട്ടികളുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ബനാന കൊടുക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി, അത്യാവശ്യം മെസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലോർ മോപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. ഇനി നമ്മൾ ലഞ്ചും കൂടിയും സെറ്റാക്കുകയാണ്. ശരിക്കും ഞാൻ ഈ ഉള്ളി കട്ടിങ്ങും ഇങ്ങനത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ കുളിക്കൽ. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് എന്ത് കുക്ക് ചെയ്യുന്നൊന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യം വീട് മൊത്തത്തിലൊന്ന് സെറ്റാക്കണം എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കുളിക്കാമെന്നും വിചാരിച്ച് അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് കുളിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അല്ലേ. നമ്മളിന്ന് നല്ലൊരു നെയ്ച്ചോറും ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ചിക്കൻ മുളക് ഇട്ടത് കേട്ടോ. പണ്ടൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും പാളിപ്പോയിരുന്നു. പണ്ട് മീൻസ് ഒരു 2 കൊല്ലത്തിൻ്റെയൊക്കെ മുന്നേ. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി അങ്ങോട്ട് ഇടും. അപ്പോൾ എനിക്ക് എന്നാലേ ഒരു തൃപ്തി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ചിക്കൻ കറി ചെറുതായിട്ട് പാളിപ്പോയിരുന്നു. ചിക്കൻ കറി മല്ലിപ്പൊടി ഇട്ട് വെക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുളകിടുമ്പോൾ മല്ലിയും കൂടി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറിയല്ലോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ടാണ് സ്ലൈസ് ചെയ്തെടുത്തത് കുറച്ച് ഉള്ളി. അത്ര അടിപൊളിയായിട്ട് ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ശരിയായി വരാറില്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആദ്യം തന്നെ ചിക്കൻ കറി വെക്കാം. അപ്പോൾ ഞാനിത് ശരിക്കും കുക്കറിൽ വെക്കേണ്ടതാട്ടോ. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പണിയല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ഒരു കടായിൽ ചെയ്ത് കാണിക്കാം. നിങ്ങളിത് കുക്കറിൽ ചെയ്താൽ മതി കേട്ടോ. ഇതാരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നേ ഞാൻ കാണിച്ചതാണ്, എന്നാലും ക്വിക്കായിട്ടൊന്ന് കാണിക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ നമ്മളെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും പൊട്ടാറ്റോയും കൂടിയും കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഈ 2 പൊടികൾ ആദ്യം തന്നെ ഇട്ടു. പിന്നെ ഞാൻ ഇടുന്നത് 1.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ 2.5 സ്പൂൺ ഇട്ടോളൂ കേട്ടോ. ഇത് നല്ല എരിവ്, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. പിന്നെ ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ മല്ലിപ്പൊടി ഇതിൻ്റെ അടുത്തേക്കേ കൊണ്ടുവരണ്ട. അതിന് പകരമായിട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റും കൂടും, കുറച്ചുകൂടി കട്ടിയും കിട്ടും. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക.
ഇത് നമ്മൾ കുക്കറിലാട്ടോ ചെയ്യേണ്ടത്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ചിക്കനോട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഉലുവ ഇടണമായിരുന്നു കേട്ടോ. അപ്പോൾ ഉലുവ ഇതിൻ്റെ ഏത് പ്രോസസ്സിലിട്ടാലും മതി, അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉലുവ ആ സമയത്ത് മറന്നുപോയി. പിന്നെ അവസാനം കുക്കറിലേക്കിട്ട് അടയ്ക്കാൻ നേരത്താണ് ഓർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നേരെ കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്നോടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അതായത് ഇപ്പം പുതുതായിട്ട് കുക്കിംഗ് തുടങ്ങിയ ആൾക്കാർക്കൊക്കെ കുക്കിംഗ് തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ചിക്കൻ കറി വെക്കുന്ന സമയത്തൊക്കെ പാളിപ്പോകും, വല്ല ടേസ്റ്റ് ഇല്ലാതെ വരുന്ന പോലൊക്കെ ഉണ്ടാവില്ലേ, ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഞാനത് കുക്കറിലേക്ക് മാറ്റി. ഞാൻ പിന്നെയും പറയുകയാണ്, കുക്കറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേല് ചെയ്തത്. കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഈ കറി കണ്ടാൽ തന്നെ തോന്നില്ലേ, നമ്മൾ കറി ആക്കുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ലുക്കില്ലേ, അടിപൊളി കറിയാട്ടോ. ഉലുവ ഇപ്പോഴും ഇട്ട് കൊടുത്തിട്ടോ, ഒരു 1/4 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു. ഇനി ഉപ്പൊന്നും ഞാനിപ്പോൾ ചെക്ക് ചെയ്യൂല കേട്ടോ. ഉപ്പ് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് നോക്കുന്ന പണിയൊന്നുമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഉപ്പ് നോക്കുള്ളൂ. അപ്പോൾ അത് എനിക്ക് നന്നായി വെന്ത് വരുന്നതാണ് ഇഷ്ടം. ഞാനൊരു 3-4 വിസിലൊക്കെ അടുപ്പിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ചിക്കൻ പല വേവായിക്കല്ലോ ഇഷ്ടം. പക്ഷേ ഈ കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ അത്യാവശ്യം നല്ലോണം വിസിലടിച്ച് ചിക്കനൊക്കെ നന്നായി വെന്ത് വരണം കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറും കൂടി വെക്കുകയാണ്. ഞാൻ ശരിക്കും ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെക്കുന്നത്. വെളിച്ചെണ്ണ ചോറെന്ന് വിളിക്കേണ്ടി വരുമോ? എനിക്ക് നെയ്യിൽ വെക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണയിൽ വെക്കുന്ന നെയ്ച്ചോറാണ് ഇഷ്ടം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തിരുന്ന ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുത്ത് ഇനി ഇതിക്ക് നമ്മൾ ഹോൾ സ്പൈസസ് എന്താണ് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 കഷ്ണം പട്ട, അതൊക്കെ ഇട്ട് കൊടുത്തു. ഞാനിങ്ങനെ ഉള്ളി ഇതാക്കിയിട്ടൊന്നും എപ്പോഴും വെക്കലില്ല. ചിലപ്പോൾ ഞാൻ നേരിട്ട് വെള്ളം വെച്ച് പിന്നെ അതിലേക്ക് എല്ലാം ഇട്ട് അങ്ങനെയും വെക്കലുണ്ട്. എല്ലാം ഒക്കെയാണ്. ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഉള്ളി ഇങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ, തൂമിച്ച് വെക്കാൻ എന്തോ പേരുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. എന്നിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഡബിൾ വെള്ളം എടുക്കൂലേ, അരിൻ്റെ ഡബിൾ വെള്ളം. തിളച്ച വെള്ളമാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരിത്തിരി വെള്ളം ഒഴിവാക്കാം കേട്ടോ. കറക്റ്റ് ഡബിൾ വേണമെന്നില്ല, കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് കുറച്ച് അധികം ഉപ്പുള്ള രീതിയിൽ. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു. ഒരു കളർഫുൾ ആയിക്കോട്ടെ, പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്ക് കടിക്കുകയും ചെയ്യാമല്ലോ, പിന്നെ ക്യാരറ്റ് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർക്കാൻ വെച്ചിരുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ കാര്യങ്ങൾ സെറ്റായി. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതും അടച്ചു വെച്ചു. അപ്പോൾ ആ ഒരു 2 വിസിൽ വരുമല്ലോ, ആ സമയത്ത് നമുക്കിവിടെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് അവിടെയൊക്കെ ക്ലീനാക്കി. അപ്പോൾ സെറ്റായിരിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടെയ്നേഴ്സ് നോക്കുമോ, നമ്മൾ അതിൻ്റെ മേലെയൊക്കെ ലേബൽ ചെയ്ത് വെച്ചത് കണ്ടോ, അത് ഞാൻ ഇന്നലെ ഈവനിങ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബിറ്റ്സ് കാണിക്കാം. കണ്ടോ, നമ്മൾ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളി. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത്രയും വിസിലടിച്ചെങ്കിലും പൊടിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ലെഫ്റ്റ് ഓവർ പച്ചക്കറിയാണ്. ലെഫ്റ്റ് ഓവർ കറി കൂടുതലായി പോയി തോന്നിയാൽ അപ്പം തന്നെ ഞാൻ എടുത്തിട്ട് ഫ്രഷായിട്ട് പാത്രത്തിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അല്ലാതെ നമ്മൾ ഒക്കെ കഴിച്ചതിൻ്റെ ബാക്കിയായിട്ടല്ല കേട്ടോ എടുത്ത് വെക്കുന്നത്. നമ്മളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അത് കുറച്ചധികം ഉണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഒരു ഫ്രഷ് പാത്രത്തിലെടുത്ത് മാറ്റി വെക്കും. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ടിരുന്നോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ലേബലിംഗ് ഒക്കെ ചെയ്തുവെന്ന്. ഇന്നലെ ഈവനിങ് ചെയ്തൊരു പരിപാടിയാണ്. ഇവിടെ ഒരേപോലത്തെ 2-3 പൊടികൾ, അതായത് ഇപ്പോൾ കോൺഫ്ലോർ, നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ എടുക്കൂലേ, അങ്ങനെ കോൺഫ്ലോർ, അതുപോലെ കൂവപ്പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല, അങ്ങനെ കുറേ എണ്ണം ഒരേപോലത്തത് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് ലേബൽ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ലേബൽ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ എല്ലാ കണ്ടെയ്നേഴ്സും ലേബൽ ചെയ്തു. ലേബൽ ചെയ്ത സ്ഥിതിക്ക് ഇനി ഇത് കഴുകാൻ പറ്റില്ല, നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ തുടച്ചെടുക്കാനേ പറ്റുള്ളൂ. കഴുകി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ പോയി വൃത്തിയിടാവില്ലേ. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി മൊത്തം എല്ലാത്തിനും ചെയ്തു. അപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നി. അങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ ക്ലിയർ ട്രാൻസ്പെറൻറ്റ് പാത്രങ്ങളാണ്. അപ്പോൾ ഇതിലെന്താ ഉള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവും. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തേ ഉള്ളൂ. പിന്നെ ഒരേപോലെയുള്ള പൊടികൾ മാറിപ്പോയും വേണ്ടല്ലോ. അങ്ങനെ നമുക്ക് അതിൽ തന്നെ അടുത്തത് ഇപ്പോൾ തീർന്നാലും പിന്നെ ഫില്ല് ചെയ്യുമ്പോഴൊക്കെ ഈസിയാണല്ലോ. ഞാൻ എല്ലാത്തിനും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന ട്രാൻസ്പെറൻറ്റ് പാത്രങ്ങളാണ് എല്ലാം. എന്നാലും ലേബൽ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ കിച്ചണിൽ നിന്നല്ല, ഈവൻ നമ്മുടെ ഡ്രോയേഴ്സിലും
നമ്മൾ എല്ലാ ഏരിയയിലും എവിടെ എന്തൊക്കെ ഇരിക്കുന്നതെന്നുള്ളതൊക്കെ ലേബൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇന്ന് വല്ലാതൊരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ബുക്കില്ലേ, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പേജ് ഒഴിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാനൊരു ലവ് കാർഡ് പോലെ ഉണ്ടാക്കി. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്ന് നൈറ്റ് ഈവനിങ് ഫിസൂൻ്റെ വകയായിരുന്നു കേട്ടോ ഫുഡ്. നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നത്തെ ഡേ. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഞാൻ മോർണിംഗ് ജഗബോഗൊക്കെ ഫുൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.